എല്ലാവർക്കും ഓൺ എയർ നോളജിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2023 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. PSC ബുള്ളറ്റിനിൽ നൽകിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഡിസംബർ മാസത്തെ ആദ്യ ലക്കമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്. ഫൈനലിലെ താരം, മാൻ ഓഫ് ദ ഫൈനൽ അല്ലെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് ഫൈനലിലെ ആരാണ്? ട്രാവിസ് ഹെഡ്. മാൻ ഓഫ് ദ സീരീസ് വിരാട് കോഹ്ലി. അപ്പൊ എന്തൊക്കെ ഓർത്തിരിക്കണം? ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ, ഫൈനലിൽ തോൽപ്പിച്ചത് ഇന്ത്യയെയാണ്, ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്, ഫൈനലിലെ താരം, മാൻ ഓഫ് ദ മാച്ച് ഇൻ ദ ഫൈനൽ ആരാണ്? ട്രാവിസ് ഹെഡ് ആണ്. മാൻ ഓഫ് ദ സീരീസ് വിരാട് കോഹ്ലി. ഓക്കെ, അടുത്ത അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം നേടിയത് ഡോക്ടർ MN കാരശ്ശേരി. ഡോക്ടർ MN കാരശ്ശേരി. ഓക്കെ, മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് കരീന കപൂർ. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് കരീന കപൂർ. ഓക്കെ, അർജന്റീനിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? ഹവിയർ മിലെ. അപ്പൊ ഏറ്റവും പുതിയ അർജന്റീനിയൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഹവിയർ മിലെ. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്ത കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം. അപ്പൊ എമ്മി പുരസ്കാരം നേടിയ 2 ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ഏക്ത കപൂറും വീർദാസുമാണ്. ഇന്റർനാഷണൽ എമ്മി ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏക്തയ്ക്ക് ലഭിച്ചത്. ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസിന് ലഭിച്ചത്. അപ്പോ ഏക്ത കപൂറിനും വീർദാസിനും എമ്മി പുരസ്കാരം. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനാണ് സൗരവ് ഗാംഗുലി. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ സൗരവ് ഗാംഗുലി. അപ്പോ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയ, ഫൈനലിൽ തോൽപ്പിച്ചത് ഇന്ത്യയെയാണ്, ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്, ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ്, ടൂർണമെന്റിന്റെ താരം വിരാട് കോഹ്ലി. അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരി. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡർ കരീന കപൂർ. ഏറ്റവും പുതിയ അർജന്റീനിയൻ പ്രസിഡന്റ് ആരാണ്? ഹവിയർ മിലെ. ഇനി എമ്മി പുരസ്കാരം ലഭിച്ച 2 ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞു. ഒന്ന് ഏക്ത കപൂറും 2 വീർദാസും. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായിരുന്ന സൗരവ് ഗാംഗുലി. അടുത്തത് ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ നയിക്കുന്നത് ആരാണ്? മലയാളിയായ മിന്നു മണി. ഇനി രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകാൻ ഭാരതി എയർടെലിന് പങ്കാളിത്തമുള്ള വൺ വെബിന് കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ അനുമതി ലഭിച്ചു. അപ്പോൾ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് സേവനം നൽകാൻ കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ അനുമതി ലഭിച്ച കമ്പനിയാണ് വൺ വെബ്. ഓക്കെ, അടുത്തത് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായതാരാണ്? ക്രിസ്റ്റോഫ് സനൂസി. അദ്ദേഹം ആരാണ്? പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമാണ് ക്രിസ്റ്റോഫ് സനൂസി. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായതാരാണ്? ക്രിസ്റ്റോഫ് സനൂസി. ഓക്കെ, ഇനി അതേ ചടങ്ങിൽ അല്ലെങ്കിൽ അതേ ഒരു മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് കെനിയൻ സംവിധായികയായ വനൂരി കഹിയു. സ്പിരിറ്റ് ഓഫ് സിനിമ വനൂരി കഹിയു, ലൈഫ് ടൈം അച്ചീവ്മെന്റ് ക്രിസ്റ്റോഫ് സനൂസി. മഹാകവി അക്കിത്തത്തിന്റെ സ്മരണയ്ക്കുള്ള തപസ്യ കലാ സാഹിത്യവേദിയുടെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യ നിരൂപകനായ പ്രൊഫസർ KP ശങ്കരൻ. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം ലഭിച്ചത് തമിഴ് എഴുത്തുകാരനായ
പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകൻ വളരെ പ്രശസ്തനായ തമിഴ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ആലണ്ടപ്പാച്ചി എന്ന ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് പുരസ്കാരം. വളരെ പ്രധാനപ്പെട്ടതാണ് JCB പുരസ്കാരം. JCB പുരസ്കാരം 2023 വർഷം ഡിസംബറിൽ ലഭിച്ചത് ആർക്കാണ്? തമിഴ് എഴുത്തുകാരനായ പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിന്റെ തമിഴ് പുസ്തകമായ ആലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ബുക്കർ സമ്മാനം. 2023 ഡിസംബറിൽ പ്രഖ്യാപിച്ച ബുക്കർ സമ്മാനം ആർക്കാണ്? ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിനാണ്. പോൾ ലിഞ്ച്. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനമല്ല പറയുന്നത്, ബുക്കർ സമ്മാനമാണ്. ബുക്കർ സമ്മാനം ലഭിച്ച ആർക്കാണ്? പോൾ ലിഞ്ചിനാണ്. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് ബുക്കർ സമ്മാനം 2023 ലഭിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോ പ്രോഫിറ്റ് സോങ് പുരസ്കാരം ലഭിച്ച കൃതിയാണ്. പുരസ്കാരം ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പോൾ ലിഞ്ചിനാണ്. ഓക്കെ. JCB പുരസ്കാരം ഓർത്തു വെച്ചിരിക്കുക, പെരുമാൾ മുരുകൻ. അടുത്തത് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് M ഫാത്തിമ ബീവി അന്തരിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റിസ് M ഫാത്തിമ ബീവി തമിഴ്നാട് ഗവർണറൊക്കെ ആയിരുന്നു. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസാണ്. ഓക്കെ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസായ ജസ്റ്റിസ് M ഫാത്തിമ ബീവി. അതേപോലെ തന്നെ ഡിസംബറിൽ അന്തരിച്ച മറ്റൊരു പ്രമുഖ വ്യക്തിത്വമാണ് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരിയായ P. വത്സല കേരള സംഗീത അക്കാദമിയുടെ മുൻ അധ്യക്ഷയാണ്. കൂടാതെ വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതമാസ്പദമാക്കി രചിച്ച നെല്ല് എന്ന നോവലിലൂടെയാണ് P. വത്സല പ്രസിദ്ധയാകുന്നത്. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതമാണ് ഇതിന്റെ പ്രമേയം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും പത്മപ്രഭ പുരസ്കാരവും ലളിതാംബിക അന്തർജന അവാർഡും ഒക്കെ P. വത്സലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2023 ഡിസംബറിലാണ് P. വത്സല അന്തരിക്കുന്നത്. ഇനി അന്തരിച്ച മറ്റ് ചില വ്യക്തികളുടെ പേരുകൂടി നമുക്ക് നോക്കാം. ആകാശവാണിയിലെ ആദ്യകാല ന്യൂസ് റീഡറായിരുന്ന PK തുളസിഭായി. കൂടാതെ മുതിർന്ന CPM അംഗവും മുൻ പാർലമെന്റ് അംഗവുമായ ബസുദേവ് ആചാര്യ. സ്വാതന്ത്ര്യ സമര സേനാനിയും CPMന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ N. ശങ്കരയ്യ. ശങ്കര നേത്രാലയ ആശുപത്രി സ്ഥാപകൻ S. ബദരീനാഥ്. പ്രശസ്ത വയലിനിസ്റ്റും വയലിൻ അധ്യാപകനുമായ B. ശശികുമാർ. ഓക്കെ. അപ്പൊ B. ശശികുമാർ ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് വാദ്യോപകരണം വായിക്കുന്നതിലൂടെയാണ് പ്രശസ്തനായതെന്ന് ചോദിച്ചാൽ വയലിനാണ്. സിനിമാ സീരിയൽ നടൻ വിനോദ് തോമസ്. കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയും ഫൈൻ ആർട്സ് കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പലുമായ ചിത്രകാരൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി അന്തരിച്ചു. കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ മുൻ സെക്രട്ടറിയും ഫൈൻ ആർട്സ് കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പലുമായ ചിത്രകാരൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി അന്തരിച്ചു. അപ്പോൾ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി ഏത് മേഖല? ചിത്രരചന. ഓക്കെ. റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന വെങ്കിട്ടരമണൻ അന്തരിച്ചു. റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറാണ്, കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഓക്കെ. അടുത്ത ഒരു വിയോഗമാണ് PK നാരായണൻ നമ്പ്യാർ കൂടിയാട്ടം ആചാര്യൻ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. കൂടിയാട്ടം ആചാര്യൻ PK നാരായണൻ നമ്പ്യാർ, റിസർവ് ബാങ്ക് മുൻ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന വെങ്കിട്ടരമണൻ, ചിത്രകാരനായിരുന്ന പ്രൊഫസർ CL പൊറിഞ്ചു, പ്രശസ്ത വയലിനിസ്റ്റായ B. ശശികുമാർ. ഓക്കെ. പിന്നെ P. വത്സലയുടെയും ഫാത്തിമ ബീവിയുടെയും കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. 2023 ബുക്കർ സമ്മാനം പ്രോഫറ്റ് സോങ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. അത് രചിച്ച വ്യക്തി ആരാണ്? പോൾ ലിഞ്ചാണ്. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തമിഴ് എഴുത്തുകാരനായ പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിന്റെ ആലണ്ടപ്പാച്ചി എന്ന ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് ഡിസംബറിലെ 2ാം ലക്കത്തിൽ വന്നിരുന്ന സമകാലിക ചോദ്യങ്ങൾ നോക്കാം. ജിമ്മി ജോർജ് പുരസ്കാരം. ഈ വർഷത്തെ ജിമ്മി ജോർജ് എന്ന് പറഞ്ഞാൽ 2023 ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M. ശ്രീശങ്കറിനാണ്. ആർക്കാണ്? M. ശ്രീശങ്കറിനാണ്. മറന്നുപോകല്ലേ, M. ശ്രീശങ്കർ. അടുത്തത്
പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് PG സംസ്കൃതി പുരസ്കാരം. PG സംസ്കൃതി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അരുന്ധതി റോയി. അപ്പോ ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരം ശ്രീശങ്കർ, PG സംസ്കൃതി പുരസ്കാരമാരാണ് അരുന്ധതി റോയി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലി. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. നമുക്കറിയാം ചെസ് രംഗത്തെ അത്ഭുത ബാലൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായ ആർ വൈശാലിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത. ഓക്കെ, അടുത്തത് 2023 വാക്കായി മറിയം വെബ്സ്റ്റർ ഡിക്ഷണറി തിരഞ്ഞെടുത്ത വാക്കാണ് ഓഥന്റിക്. ഏതാണ്? ഓഥന്റിക്. 2023 വാക്കായിട്ട് US നിഘണ്ടുവായ മറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്തത് ഓഥന്റിക്. മലയാളി ശാസ്ത്രജ്ഞയായ VR ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലിജിയൻ ദ ഓണർ പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഷെവലിയർ ലിജിയൻ ദ ഓണർ പുരസ്കാരം, ഷെവലിയർ ലിജിയൻ ദി ഓണർ പുരസ്കാരം ഫ്രഞ്ച് സർക്കാരിന്റെയാണ്. ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക. അടുത്തത് ലതാ മങ്കേഷ്കർ പുരസ്കാരം. ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പിന്നണി ഗായകനായ സുരേഷ് വാഡ്കർ. ആരാണ്? സുരേഷ് വാഡ്കർ. ലതാ മങ്കേഷ്കർ പുരസ്കാരം സുരേഷ് വാഡ്കർ. ലോക ബില്യാർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം. നമുക്കറിയാം ബില്യാർഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് പങ്കജ് അദ്വാനി. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഡോക്ടർ ബോബ് ജോസഫ്. ഡോക്ടർ ബോബ് ജോസഫ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റ് ഡോക്ടർ ബോബ് ജോസഫ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ചാമ്പ്യൻഷിപ്പ്. അപ്പോ 2023 നടന്നതാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവമാണ് കേട്ടോ, ശാസ്ത്രമേളയാണ്. അത് ലഭിച്ചത് ആർക്കാണ്? മലപ്പുറം ജില്ലയ്ക്കാണ്. മലപ്പുറം ജില്ലയ്ക്ക്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നോക്കാം. ഈ ജിമ്മി ജോർജ് പുരസ്കാരം M ശ്രീശങ്കർ, PG സംസ്കൃതി പുരസ്കാരം അരുന്ധതി റോയി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ആർ വൈശാലിയാണ്. ആർ വൈശാലി. മറിയം വെബ്സ്റ്റർ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് ഓഥന്റിക്. ഷെവലിയർ ലിജിയൻ ദ ഓണർ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞ PR ലളിതാംബിക. ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിക്കുന്നത് പിന്നണി ഗായകനായ സുരേഷ് വാഡ്കർക്ക്. ലോക ബില്യാർഡ് ചാമ്പ്യൻഷിപ്പിന്റെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനി. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ബോബ് ജോസഫ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ജില്ല മലപ്പുറം. ശാസ്ത്രോത്സവമാണ് മലപ്പുറം. ഓക്കെ. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലയണൽ മെസ്സി. ഓക്കെ ആണല്ലോ. അടുത്തത് നെതർലൻഡ്സ് ആസ്ഥാനമാക്കിയുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം. ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം തവണയും കൊൽക്കത്തയ്ക്ക്. അപ്പൊ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം ഏതാണ്? അത് കൊൽക്കത്തയാണ്. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം ആർക്കാണ്? വിക്ടർ ഒസിംഹൻ. നൈജീരിയൻ താരമാണ് ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് വിക്ടർ ഒസിംഹൻ. മികച്ച വനിതാ താരം ആഫ്രിക്കയിലെയാണ്. ഏതാണ്? അസീസാറ്റ് ഒഷോല. 2023 മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുരുഷ വിഭാഗത്തിൽ നോഹ ലൈൽസ്. പുരുഷ വിഭാഗത്തിൽ US താരം നോഹ ലൈൽസ്. വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഫെയ്ത കിപ്പിയേഗൻ. ഓക്കെ. മികച്ച അത്ലറ്റ് പുരുഷ വിഭാഗം നോഹ ലൈൽസ്. അമേരിക്ക. വനിതാ വിഭാഗം ഫെയ്ത കിപ്പിയേഗൻ. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. നമ്മൾ തിരുവനന്തപുരത്തിന്റെ നേരത്തെ കാര്യം പറഞ്ഞു. ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 തെക്ക് നഗരങ്ങളിൽ ഒരെണ്ണം തിരുവനന്തപുരമാണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നതും എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനം കേരളം.
സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനം കേരളം. സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വംശജ മീര ചന്ദ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലിജിയൻ ദി ഓണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ PR ലളിതാംബിക. ഇപ്പൊ പറഞ്ഞത് സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ മീര ചന്ദ്. ഓക്കെ. ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ്, ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ജർമ്മനി. ഫുട്ബോൾ അണ്ടർ-17 വേൾഡ് കപ്പ് കിരീടം ജർമ്മനി. അതുപോലെ തന്നെ ഹോക്കി കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹോക്കി കിരീടവും ജർമ്മനിയാണ് കേട്ടോ. ഹോക്കി വേൾഡ് കപ്പ് നേടിയത് ജർമ്മനിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയത് ജർമ്മനി. ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി തിരഞ്ഞെടുത്തത് അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റ്. പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത ആരെയാണ്? അത് നമ്മുടെ ടൈലർ സ്വിഫ്റ്റിനെയാണ്. അപ്പോ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയാം. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ ആരാണ്? ലയണൽ മെസ്സി. പേഴ്സൺ ഓഫ് ദി ഇയർ ആരാണ്? ടൈലർ സ്വിഫ്റ്റ്. ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം തിരുവനന്തപുരം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം കൊൽക്കത്ത. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരുഷ താരം വിക്ടർ ഒസിംഹൻ. നൈജീരിയയുടെ അസിറ്റാറ്റ് ഒഷോല മികച്ച വനിതാ താരം. മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുരുഷ വിഭാഗത്തിൽ നോഹ ലൈൽ, വനിതാ വിഭാഗത്തിൽ ഫെയ്ദ കിപ്പിയേഗൻ. അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരം. സർക്കാർ സ്കൂളുകളുടെ ഇന്റർനെറ്റ് ലഭ്യതയുടെ കണക്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം. സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായ മീര ചന്ദിന്. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ജർമ്മനിക്ക്. ഓക്കെ. പേഴ്സൺ ഓഫ് ദ ഇയർ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ആർക്കാണ്? ടൈലർ സ്വിഫ്റ്റിനാണ്. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് 32ാം റാങ്ക്. അപ്പോ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമന് 32ാം റാങ്ക്. ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വൊർഡെയിൻ. ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ബാക്കിയുള്ളവരാണ് HCL കോർപ്പറേഷൻ CEO റോഷ്നി നടാർ മൽഹോത്ര, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മുണ്ടാൽ, ബയോകോൺ സ്ഥാപക കിരൺ മജുംദാർ ഷാ. ഓക്കെ. റോഷ്നി നാടാർ മൽഹോത്ര, സോമ മുണ്ടാൽ, കിരൺ മജുംദാർ ഷാ. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഫോബ്സ് മാഗസിന്റെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്ന് വന്നത് നിർമ്മല സീതാരാമൻ 32. ഓക്കെ. യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിന്റെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി S ഉമ. അപ്പൊ യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടൺ ഹിൽ സ്കൂൾ തിരുവനന്തപുരത്തെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ S ഉമ. ഓക്കെ. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്ന ഡോക്ടർ M കുഞ്ഞാമൻ അന്തരിച്ചു. KR നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ MA എക്കണോമിക്സിൽ 1ാം റാങ്ക് നേടിയ ദളിത് മലയാളിയാണ്. അപ്പൊ M കുഞ്ഞാമൻ ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വിദഗ്ധനായിരുന്നു, ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവും ഒക്കെ ആയിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ കാനം രാജേന്ദ്രൻ അന്തരിച്ചു. ഓക്കെ. US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന സാന്ദ്ര ഡേ ഒക്കോണർ. ഓർത്തിരിക്കുക, സാന്ദ്ര ഡേ ഒക്കോണർ US സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു. അന്തരിച്ചു. അടുത്തത് പ്രശസ്ത കർണാടക സംഗീതജ്ഞയും നടിയുമായ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് MS സുബ്ബലക്ഷ്മി അല്ല, R സുബ്ബലക്ഷ്മി. താരാ കല്യാണിന്റെ ഒക്കെ അമ്മയാണ്, നമുക്കറിയാം. R സുബ്ബലക്ഷ്മി അന്തരിച്ചു. US ഏറ്റവും ശ്രദ്ധേയനായ നയതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ ഹെൻറി കിസിഞ്ചർ അന്തരിച്ചു. നയതന്ത്രജ്ഞനാണ് കേട്ടോ. ഹെൻറി കിസിഞ്ചർ അന്തരിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സിറിയക് ജോൺ. അപ്പൊ മുൻ മന്ത്രി സിറിയക് ജോൺ. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും കഥാകാരനുമായ PA രാമചന്ദ്രൻ അന്തരിച്ചു. അപ്പൊ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് PA രാമചന്ദ്രൻ. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും മലയാളിയുമായിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു. ഓക്കെ. അപ്പൊ PA രാമചന്ദ്രൻ ആരാണ്? പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. US പ്രശസ്തനായ നയതന്ത്രജ്ഞനായിരുന്നു ഹെൻറി കിസിഞ്ചർ, അന്തരിച്ചു. R സുബ്ബലക്ഷ്മി കർണാടക സംഗീതജ്ഞയും നടിയുമായിരുന്നു.
US സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു സാന്ദ്ര ഡെ ഒക്കോണർ. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായിരുന്നു ആര്? ഡോക്ടർ എൻ കുഞ്ഞാമൻ. യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് ഉമ. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? നിർമ്മല സീതാരാമനാണ്. മൊത്തത്തിൽ 32-ാം റാങ്ക്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് PSC ബുള്ളറ്റിനിൽ ഡിസംബർ മാസം 2023 വന്നിട്ടുള്ളത്. ഓക്കെ, ഇതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. നമുക്കറിയാവുന്ന പോലെ PSC ബുള്ളറ്റിനിൽ അത്ര പ്രാധാന്യമല്ലാത്ത PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കുറഞ്ഞ കാര്യങ്ങളും വരാറുണ്ട്. നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് കേട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.